ഹലോ കൽബുകളെ. അപ്പോൾ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ കണ്ണൂർ കൽബീസ് എന്ന ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാനൊരു ഫുഡ് റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ടുഡേ ഐ ആം മേക്കിംഗ് എ ഹോം മെയ്ഡ് പിസ്സ സോസ്. ആർക്കാണ് പിസ്സ ഇഷ്ടമില്ലാത്ത? എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പിസ്സ. ബട്ട് പിസ്സ സോസ് ഉണ്ടാക്കിയാലല്ലേ പിസ്സ കഴിക്കാൻ പറ്റൂ. അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പിസ്സ സോസിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. സോ ലെറ്റ്സ് മേക്ക് ആൻ ഈസി ആൻഡ് ടേസ്റ്റി പിസ്സ സോസ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് വേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ട് 3 വലിയ തക്കാളി വലുതായി തന്നെ അരിഞ്ഞിട്ടോ, അത് പിന്നെ മിക്സിയിൽ അരക്കേണ്ടതായതുകൊണ്ട് വലുതായിട്ട് തന്നെ അരിഞ്ഞു ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ക്യാപ്സിക്കവും 4-5 വറ്റൽമുളകും 7-8 വെളുത്തുള്ളി അല്ലിയും ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഒറിഗാനോയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇളക്കിയിട്ട് മൂടി വെക്കുക. 3 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനൊക്കെ എത്രത്തോളം പാത്രം കുറക്കാൻ പറ്റുമോ അത്രത്തോളം പാത്രം കുറച്ചിട്ടാണ് കുക്ക് ചെയ്യാറ്. പക്ഷേ എൻ്റെ ഉമ്മ നേരെ ഓപ്പോസിറ്റാണ്. ഒരു നാരങ്ങ വെള്ളമാക്കണമെങ്കിൽ വരെ ഒരു 5 പാത്രത്തിൽ കുറയാതെ എടുക്കും. ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും ക്ഷീണാവില്ലേ പാത്രം കഴുകാനെന്ന്. പക്ഷേ ഇതിനൊരു മറുപുറമുണ്ട്. അടുക്കളയിൽ പല റിലീഫ് മൊമെൻറ്റും ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണിത്. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് വെളുത്തുള്ളി തൊളിക്കൽ. ഇതെപ്പോഴും ഉമ്മ തൊളിക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും. കുക്കറിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇതിന് തണിയാൻ വെക്കണം, തണുക്കാൻ വെക്കണം. ഓക്കെ, മിക്സി എടുത്ത് അരച്ചെടുക്കുക. ഒരു പാൻ എടുത്ത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് ശേഷം പൊടിപൊടിയായി എരിഞ്ഞ ഗാർലിക് ചേർത്ത് ആ അരച്ച് വെച്ച മിക്സും ഇതിലേക്ക് ഒഴിക്കുക. ഇതിനുശേഷം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്ത് 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഈ മിക്സ് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഒരാഴ്ച വരെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.